സോ ഗൈസ്, ഇന്നൊരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് വിളമ്പാൻ പറ്റിയ ഒരു മത്തങ്ങ സൂപ്പാണ്. അതിനായിട്ട് 400 ഗ്രാം മത്തങ്ങ, ഒരു കിഴങ്ങും ഒരു ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇടുക. അതിലോട്ട് 1 ലിറ്റർ വെള്ളവും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് വേവിക്കാൻ വെക്കുക. ഒരു 3 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് അതിൻ്റെ എയറൊക്കെ പോയി കഴിയുമ്പം ഈ വേവിക്കാൻ വെച്ച കിഴങ്ങും കാര്യങ്ങളും എല്ലാം ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കുക. പാത്രത്തിലേക്കാക്കി കഴിയുമ്പം അതിനെ എല്ലാം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് സ്മാഷ് ആയി വന്നു കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇതിടുക. പിന്നെ നമ്മൾ വേവിക്കാൻ ഉപയോഗിച്ച അതേ വെള്ളത്തിൽ നിന്ന് 1/2 ലിറ്റർ വെള്ളം എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. ഇത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 1 ക്യൂബോളം ബട്ടർ ചേർക്കുക. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുക. അത് കഴിഞ്ഞ് 7 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. അധികം മൂക്കാതെ തന്നെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് അടിച്ചു വെച്ച മത്തങ്ങ ചേർക്കുക. ഇതെല്ലാം ചേർത്തൊന്ന് ശരിക്കും ഒന്ന് ഇളക്കുക. കൊഴുപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതിൽ നിന്നും വെള്ളമെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കുലുക്കി ഒഴിക്കുക. അത് കഴിഞ്ഞ് ശരിക്കും ഒന്ന് ഇളക്കുക. ഇപ്പോൾ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റും എരിവും കിട്ടാൻ വേണ്ടി വീണ്ടും കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനൊന്ന് സെർവ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടും സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണിത്. ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റൊക്കെ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൈം എടുക്കുന്നുള്ളൂ.